ആഴമേറും നിൻമഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ഗൃഹാന്തരീക്ഷം മലിനമാക്കരുത്. വീടിന്റെ പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കൽ, രാവിലെയും വൈകിട്ടും സുഗന്ധദ്രവ്യങ്ങളെ പുകയ്ക്കൽ, വൃത്തിയാക്കൽ, മാലിന്യങ്ങളെ ഉപേക്ഷിക്കൽ, ശുദ്ധവായുവിന്റെയും സൂര്യപ്രകാശത്തിന്റെയും പ്രവേശനം, ഇവ ആറും ഗൃഹത്തിന്റെ ശുദ്ധിക്ക് കാരണങ്ങളാകുന്നു. പ്രിയരെ, വൃത്തിഹീനമായ ഗൃഹാന്തരീക്ഷം ഒരാളിന്റെ സ്വഭാവത്തെയും വൃത്തിഹീനമാക്കും. ഒരടുക്കും ചിട്ടയും ഗൃഹത്തിലുണ്ടാകണം. വസ്ത്രങ്ങൾ അടുക്കി സൂക്ഷിക്കുന്നതും പുസ്തകങ്ങൾ വെക്കുന്നതിനും അത്യാവശ്യം പഞ്ഞിയും മറ്റു പ്രാഥമിക മരുന്നുകളും സൂക്ഷിക്കുന്നതിനും തുടങ്ങി എല്ലാ വസ്തുക്കൾക്കും അനുയോജ്യമായ ഇടങ്ങൾ മാറ്റിവെക്കണം. അപ്പോൾ ഏത് വസ്തുവും ഏതു നേരത്തും കണ്ടെടുക്കാവുന്ന നിലയുണ്ടാവും. ഗൃഹത്തിന്റെ അകമെന്ന പോലെ പുറവും നിത്യവും വൃത്തിയാക്കണം. പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതെയും ചീഞ്ഞഴുകിയ വസ്തുക്കൾ വലിച്ചെറിയാതെയും ദുർഗന്ധത്തിന് അവസരമൊരുക്കാതെയും കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം. രാവിലെയും വൈകിട്ടും സാമ്പ്രാണിയോ കുന്തിരിക്കുമോ പോലുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ പുകയ്ക്കുകയും അതിന്റെ ധൂമപടലങ്ങൾ അകമാകെ വ്യാപിപ്പിക്കുകയും വേണം. സൂര്യപ്രകാശവും ശുദ്ധവായുവും സുഗന്ധധൂപനവും മലിനവസ്തുക്കളുടെ ഉപേക്ഷിക്കലും വിസർജന വിമുക്തമായ പരിസരവും നിത്യവുമുള്ള അടിച്ചുവാരലും ഈ ആറും ഗൃഹശുദ്ധിക്ക് പ്രധാനങ്ങളാണ്. ഈ വിധം ഗൃഹത്തിൽ ശുദ്ധി വരുത്തുന്നതായാൽ അധമവും അധർമ്മവുമായ ആചാരങ്ങളെല്ലാം ഗൃഹത്തിൽ നിന്നും പോയി മറിയും. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാട്.